ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അറൈസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് ബ്രെഡ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ഫയർലെസ് കുക്കിംഗ് പോലുള്ള കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിനി ഈ ചോക്ലേറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു അറൈസ് ഫാമിലി. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിനെ, അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ചോക്ലേറ്റ് ബ്രെഡ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 5 ബ്രെഡ് പീസസാണ് എടുത്തിരിക്കുന്നത്. മിൽക്ക് ബ്രെഡാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ സൈഡ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ബ്രൗൺ പാർട്ടൊന്നും ഈ കേക്കിൽ വേണ്ട. അപ്പോൾ ഞാനതെല്ലാം ഇവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഞാനിവിടെ ബ്രെഡിൻ്റെ എല്ലാ സൈഡ്സും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പൗഡർ ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡർ കൂടി, അതായത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി വേറൊരു ബൗളിൽ ഞാൻ അമുൽ ഫ്രഷ് ക്രീം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കേക്കിന് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ക്രീം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രെഡ് കേക്ക് തയ്യാറാക്കാം. അപ്പോൾ ബ്രെഡ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ബ്രെഡ് അതിലേക്ക് ഫിക്സ് ചെയ്യുമ്പോൾ നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതങ്ങനെ ഒന്ന് സ്റ്റിക്കാക്കി വെക്കുകയാണ്. ഇനി ഞാൻ ഈ ബ്രെഡിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോഫി സിറപ്പാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ഒരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ സെയിം മെത്തേഡിൽ തന്നെ ബാക്കിയുള്ള ബ്രെഡുകളും കൂടി ഒന്ന് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ എല്ലാ ബ്രെഡും ഇതിലേക്ക് വെച്ച് സൈഡിലെല്ലാം ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് നല്ലപോലെ സെറ്റാക്കി കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് ഓരോ ബിസ്ക്കറ്റിൻ്റെ പൗഡറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സൈഡിൽ മാത്രമേ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഞാൻ ഈ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ഡെക്കറേഷന് വേണ്ടി കുറച്ച് ചോക്ലേറ്റിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് അമുൽ ഫ്രഷ് ക്രീം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ഹാഫ് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പീസ് ഞാൻ വെച്ചെടുക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ ഡെക്കറേഷന് വേണ്ടി ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ഈ കേക്കിൻ്റെ 4 ഭാഗത്തും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബ്രെഡ് കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്.
ഇത് കാണാൻ നല്ല അട്രാക്റ്റീവ് ആണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ യൂസ്ഫുൾ ആകും എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ അറീസ് വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.